നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഹോ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പ്രചാരണ ചൂട് എന്താ പറയുക, അതിൻ്റെ ഏറ്റവും മുകളിലാണിപ്പോൾ. ശരിയാണ്. ഭയങ്കര വാശിയേറിയ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതെ, ഈ അവസാന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാന നീക്കങ്ങൾ, തന്ത്രങ്ങൾ, നമുക്ക് ഒന്ന് നോക്കാം. ഉം, നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. ശരിയാണ്. ഇനിയിപ്പോ ആകെ 6 ദിവസല്ലേ ബാക്കിയുള്ളൂ. അതെ, വെറും 6 ദിവസം. അപ്പം മുന്നണികളെല്ലാം അവസാനവട്ട ഓട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തുള്ള മലയാളികൾക്ക് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online എന്നൊരു വെബ്സൈറ്റും അവരൊരുക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. അവിടെ അഭിപ്രായങ്ങൾ പറയാനും ഒരു അവസരമുണ്ട്. പക്ഷേ എന്താ പറയുക, ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങൾക്ക് വിവരം തരുന്നതിനപ്പുറം വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ പ്രവാസി വോട്ടുകളെയൊക്കെ. അതൊരു ചോദ്യമാണ്. അതൊരു വിഷയമാണ്. എന്നാലും വിവരങ്ങൾ അറിയാൻ ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രചാരണം നേരിട്ട് വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ്. അതെ അല്ലേ? അതെ. കുടുംബയോഗങ്ങൾ വളരെ പ്രധാനമായി മാറിയിട്ടുണ്ട്. UDF ആണെങ്കിൽ MLA-മാർക്ക് പഞ്ചായത്ത് തലത്തിൽ തന്നെ ഡ്യൂട്ടി കൊടുത്ത് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നു. LDF ആകട്ടെ മന്ത്രിമാരെ തന്നെ നേരിട്ട് വീടുകളിലേക്ക് വിടുകയാണ് വോട്ട് ചോദിക്കാൻ. അത് വോട്ടർമാരുമായൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാനാണ്. നേതാക്കളെ അടുത്ത് കാണാൻ കിട്ടുന്നത് എന്തായാലും ആളുകൾക്കൊരു താല്പര്യമുണ്ടാവും. അതെ. PV അൻവറിന്റെ കാര്യം നോക്കിയാലോ, പുള്ളി ഡിജിറ്റൽ സ്ക്രീനുകളുള്ള വാഹനങ്ങളൊക്കെയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ രീതികൾ എങ്ങനെയായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുക? തീർച്ചയായും ഓരോന്നിനും അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. ഈ നേതാക്കൾ നേരിട്ടെത്തുന്നത്, അതായത് അതൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാക്കാനും ലാസ്റ്റ് മിനിറ്റിൽ വോട്ട് ഉറപ്പിക്കാനുമൊക്കെയാണ്. ശരി ശരി. ഡിജിറ്റൽ സ്ക്രീനുകൾ ഒരുപക്ഷെ ചെറുപ്പക്കാരെ, യുവ വോട്ടർമാരെ ആകർഷിക്കാനാവാം. പിന്നെ ഈ പരമ്പരാഗത രീതികളിൽ താൽപ്പര്യമില്ലാത്ത കുറച്ചു പേരുണ്ടാകുമല്ലോ, അവരെയും ആവാം. അതേസമയം NDAയും SDPI സ്ഥാനാർത്ഥികളും അവരുടെ ശക്തികേന്ദ്രങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, വോട്ടൊലിച്ചു പോകാതെ പിടിച്ചു നിർത്താൻ. അതിന്റെ കൂടെ തന്നെ ഈ വെൽഫെയർ പാർട്ടി PDP പിന്തുണയുടെ കാര്യം അതും ചർച്ചകളിൽ വരുന്നുണ്ട്. കാരണം ചെറിയ ഗ്രൂപ്പുകളാണെങ്കിലും ചിലപ്പോൾ അവരുടെ നിലപാട് ഫലത്തെ സ്വാധീനിച്ചേക്കാം. അതാണ് അതിന്റെ പ്രാധാന്യം. ശരിയാണ്. അപ്പോൾ ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വലിയ നേതാക്കൾ വരുന്നു, അല്ലേ? അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതെ. UDF-നു വേണ്ടി പ്രിയങ്ക ഗാന്ധി വെള്ളിയാഴ്ച നിലമ്പൂരിലെത്തുമെന്ന് കേൾക്കുന്നു. ഒരു റോഡ് ഷോയൊക്കെ ഉണ്ടാവുമോ? സാധ്യതയുണ്ട്. പ്രമുഖ നേതാക്കൾ വരുന്നത് പ്രവർത്തകർക്ക് ഭയങ്കര ആവേശമാണ്. അതുമാത്രമല്ല, മീഡിയ അറ്റൻഷനും കിട്ടും. അത് പ്രധാനമാണല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ വരവ്